ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുഡ് ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ 3 പേര് മാത്രമായിട്ട് ഒരു ചലഞ്ച് ചെയ്തിട്ട് കുറേയായി അല്ലേ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ ചലഞ്ചാണ് വെജ് ഫുഡ് വിസിസ് നോൺ വെജ് ഫുഡ് ചലഞ്ച്. വെജ് ആയിട്ടുള്ള ഫുഡും കാണും, നോൺ വെജ് ആയിട്ടുള്ള ഫുഡും കാണും. അപ്പൊ അച്ഛൻ ഇപ്പൊ വെജ് ആണെങ്കിൽ അമ്മക്ക് ചിലപ്പോൾ നോൺ വെജ് ആയിരിക്കും. അപ്പം നടുക്കിരിക്കുന്ന എനിക്ക് ഒന്നും കിട്ടത്തില്ല. അതാണ് സംഭവം. അതൊക്കെ ഒരു ലക്കിനനുസരിച്ചാണ്. നമ്മൾ ഈ ലോട്ട് ഇട്ടിട്ട് നമ്മൾ പിക്ക് ചെയ്യും. ഇതിനകത്ത് വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, നോ ഫുഡ് ഉണ്ട്. വെജ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വെജിന് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഡിഷ്. വെജിറ്റബിൾസ് ഒക്കെയാ, പച്ചക്കറിയൊക്കെ തിന്നണം. പച്ചക്കറി തിന്നണോ? ഞാൻ പ്രത്യേകിച്ച് തിന്നാൻ പറ്റാത്ത സാധനം കാണും. ചിലപ്പം വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കഴിക്കാലോ. അമ്മയ്ക്ക് ഇഷ്ടം നോൺ വെജ് ആണോ വെജ് ആണോ? എന്തായാലും മതി, ഈ ഒന്നും ഇല്ലാത്തത് കിട്ടാതിരുന്നാ മതി. വേവിക്കാത്തതാണെന്നുണ്ടെങ്കിൽ പാട്. അതെ, ക്യാരറ്റ്, കുക്കുംബർ അങ്ങനെയുള്ള ഐറ്റം നമുക്ക് പച്ചക്കറി കഴിക്കാം, കുഴപ്പമില്ല. നോൺ വെജ് ആണെങ്കിലും കുക്ക് ചെയ്യാത്താണെങ്കില് അത് പാടാ. അല്ല, നിന്റെ കൂടെ കൂടെ എല്ലാം പണിയാണ്. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ചലഞ്ച് തുടങ്ങാം. അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നേണ്ട, നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നില്ലേ? ഫസ്റ്റ് ഫുഡ് ഐറ്റംസ് വരട്ടെ. നമ്മൾ തന്നെ പോണം. അച്ഛൻ അത് എടുത്തോ ഗൈസ്. അപ്പൊ നമ്മള് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ പുഴുങ്ങിയതാട്ടോ, പുഴുങ്ങിയ പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ബർഗർ, ഇത് KFC മേടിച്ചതാ. KFC സൂപ്പർ സാധനം അത്. അത് എനിക്കുള്ളതാ. പിന്നെ എടുക്കുന്ന സാധനം എല്ലാം മൊത്തം തിന്നണം കേട്ടോ. ഇത് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് മൊത്തം തിന്നണം. പ്ലേറ്റ് കിട്ടുന്നതിലേക്ക് തിന്നണം. അങ്ങനില്ല, തമാശക്കാരി. ഓക്കെ, ഇടട്ടെ. നോൺ വെജ് എട്. അച്ഛന് വെജ്. അമ്മയ്ക്ക് നോ ഫുഡ്. പ്ലേറ്റ് തിന്നോ. പൊട്ടറ്റോ തിന്നോ. അച്ഛാ തിന്നായിരിക്കുന്നതല്ലത്. അച്ഛന് വേണ്ട പുഴുങ്ങിയത്. ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാനൊന്നും പറ്റത്തില്ല, കണ്ടോണ്ടിരിക്കുക. പാവം കേട്ടോ, അമ്മയ്ക്ക് ഒന്നുമില്ല. തൊലി ഇളക്കിട്ട് തിന്നണം കേട്ടോ. അത് ഞാനാ പുഴുങ്ങിയത്. ഇന്ന് വിടാ, ഇന്ന് പൊട്ടിക. ഇന്ന് 5-6 ബർഗർ. എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടാ. ഞാൻ തന്നെ പോയി മേടിച്ചോണ്ട് വന്ന് എനിക്ക് തന്നെ കിട്ടി. ഇവിടെ ഒരു പ്ലേറ്റ് ഇരിപ്പുണ്ട്, അധികം വന്നതൊക്കെ ഇത് ഇടാം. ഒന്നും അധികം പറ്റത്തില്ല, മാറ്റി പോയി. അത് തിന്നെ അത് നല്ല സാധനം. തിന്ന് നോക്ക്. ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പൊന്നും ഇല്ല. ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് കിട്ടിയിട്ടേ ഞാൻ തിന്നുന്നുള്ളൂ. ആരുകളെ ഷെയർ ചെയ്യാൻ പഠിക്കൂല. എപ്പോഴെങ്കിലും കിട്ടിയിട്ടേ തിന്നുന്നുള്ളൂ. നല്ല ബർഗർ കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. തിന്നോട് നല്ല ഉരുളക്കിഴങ്ങ്. പട്ടി തേട്ടി. അയ്യേ, ഒരു ശകലമെങ്കിലും. അത് വേണ്ട, അത് ഈ ചിക്കൻ ഇല്ല. ഇനി എനിക്ക് വേണ്ട. അതില്ല, തിന്നോ. ഇല്ല പള്ളു പറയാനോ. നീ 5-6 എനിക്ക് വേണ്ട. ഓക്കേ ഗയ്സ്, അടുത്ത റൗണ്ടിലോട്ട് പോവാം. നെക്സ്റ്റ് റൗണ്ട്. ഈ പ്രാവശ്യം ഇങ്ങനെ വെച്ചാ മതി. എനിക്ക് കാലി പ്ലേറ്റ് വെച്ചിരുന്നാ മതി ഞാൻ ഇറക്കിടുമ്പോ. സൈക്കോളജിക്കൽ വാർത്തയിലൊക്കെ ആവട്ടെ. ഓക്കെ ഗയ്സ്, ഈ റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നു കാടമുട്ടയുണ്ട്, പിന്നെ ടൊമാറ്റോ ഉണ്ട് കേട്ടോ. ഇത് ബോയിൽഡ് അല്ല കേട്ടോ, ഇത് റോയാ. ഒന്നും കിട്ടരുത്, അല്ലെങ്കിൽ ഇത് കിട്ടണം. അതാ, ഇതിലൊന്നും കിട്ടാത്തൊന്നും അല്ലേ? അമ്മയ്ക്കപ്പൊ വേണം. എനിക്ക് അല്ലല്ല, അമ്മയ്ക്ക് വേണ്ടേ? തരാം. എടുത്തോ. എനിക്ക് നോ ഫുഡ് ആട്ടോ. അച്ഛന് നോൺ വെജ് എന്നാ പിടിച്ചോ. അപ്പൊ അമ്മയ്ക്ക് വെജ്. അതെങ്കിലും മതി. ഓക്കെ, എനിക്ക് ഫുഡൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി. ഓക്കെ, കഴിച്ചോളൂ. എനിക്ക് ഭയങ്കര ഭാഗ്യം വെച്ചാ. മെസ്സിയുടെ നമ്പർ 10 അച്ഛാ, ലക്കി നമ്പറാ അത്. ഇത് ഇങ്ങനെ അച്ഛാ കുടിക്കണ്ടേ? ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാട കോഴി അതിനകത്ത് ഇരിക്കുന്നത്. കോഴിയൊക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ അതിനകത്ത്. കോഴി കുഞ്ഞിന്റെ ഒരു കാല് പൊട്ടിക്കുന്നൊക്കെ സ്റ്റൈലുണ്ട് ഇങ്ങനെ. ഇനി പുറത്തോട്ട് പോയിട്ട് അടയിരിച്ചാ വിരിയും.
നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ തിന്നുന്നില്ലേ? എരിവ് നല്ലതല്ലേ കേട്ടോ, നല്ലതായിരുന്നു. അത് നല്ലതാ. രണ്ടു മുട്ടയുടെ ഉള്ളു. എല്ലാം കുടിച്ചു. മുട്ട വെച്ചേ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അച്ഛൻ എല്ലാം കഴിച്ചു കേട്ടോ. വെൽ ഡൺ വെൽ ഡൺ. മുട്ടത്തോടും തിന്ന്, ചെറിയെല്ലാം പകുതി മുട്ടത്തോട് തിന്നു വേണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഇവിടെ ഇരിക്കുന്നതിന്റെ തോട്. നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നു പെറോട്ടയും ബീഫും പിന്നെ ക്യാപ്സിക്കവും. അപ്പൊ നമുക്ക് ഇടാം. എല്ലാരും തോട്ടം ഇതിലാ. അങ്ങനല്ല, ഒന്നീ ഇത് കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ഇത് മതി. ഇത് വേണ്ട. അയ്യോ, ഇതെങ്ങനെ തിന്നുന്നതോ? ഇത് നിനക്ക്. എല്ലാരും നോ ഫുഡ്, വെജ്. അപ്പൊ എനിക്ക് അച്ഛനെ കിട്ടിയില്ലേ ഫുഡ്? ഫുഡില്ല. ഫുഡ് ഇല്ലാത്തതാ നല്ലത്. അടിപൊളി. നേരത്തെ തിന്നല്ലേ, വായി നോക്കിയിരിക്കാ. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? എന്താ പേപ്പർ കിട്ടണോ ഇനി? എന്റെ നമുക്ക് വേറെ ഒന്നുമില്ല. അതല്ല, ഇത് അച്ഛനോ എനിക്കണ്ട. ഇത് നിനക്ക് കിട്ടിയതാ. ഇല്ലില്ല, എനിക്ക് നോ ഫുഡ്. ഫുഡില്ല, കുഴപ്പമില്ല. എനിക്ക് ബർഗർ തരാം. എനിക്ക് ഞാൻ അതിൽ വിശപ്പടങ്ങി. വിടായി, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. കൊതി വിട്ടെ. മുല കരിഞ്ഞതുണ്ടത്. എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തിന്നേ, സമയമില്ല. തിന്നേ. ഇറച്ചി ഐറ്റം കുറച്ചിട്ട് ഇങ്ങനെ വെജിറ്റേറിയൻ വൃത്തിയായിട്ട ഭക്ഷണമാണ് എനിക്ക് കിട്ടിയത് മൊത്തം. മുട്ടയൊക്കെ നല്ലതല്ലേ? പച്ച മുട്ട. അച്ഛൻ ഇതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചത് അച്ഛനാ. ക്യാപ്സിക്കം, അങ്ങനെ പച്ചമുട്ട, ആ പൊട്ടറ്റോ. പൊട്ടറ്റോയിലൊക്കെ ന്യൂട്രിയൻസാ. പറന്നങ്ങ് പോവില്ലേ ഏറ്. തിന്നോ? അങ്ങനെ കഷ്ടപ്പെട്ട് കടിക്കണ്ട. ഇത് തരാം. കുഴപ്പമില്ല, കഴിച്ചോ. കൊള്ളാം, സെറ്റ്. കഴിച്ചാ ആ ബർഗർ ഒരു ശകലം പോലും ഇതൊന്നുമില്ല. വേണ്ട. ഇല്ല 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 ഇല്ല, ഞാൻ അങ്ങനെ വാ തുറക്കത്തില്ല. എന്നാലും നേരത്തെ കൊടുത്ത കൊല്ലത്ത് കിട്ടും. കൊടുത്താ കൊല്ലത്ത് കിട്ടും. കൊടുത്ത കൊല്ലത്ത് കിട്ടും. ഡേയ്, ആ പൊറോട്ട തൊണ്ടി കത്തു. അച്ഛനൊരു ക്യാപ്സിക്കം അവാർഡ് ഞാൻ തരട്ടെ. അച്ഛൻ ഫുള്ള് കഴിച്ചേട്ടാ. ഹേ ഗൈസ്, അപ്പൊ ഇത് ലാസ്റ്റ് റൗണ്ടാണ് സുഹൃത്തുക്കളെ. ഈ റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നു ഷവർമ, പിന്നെ വേണ്ടേ ചെറുപയർ. ചെറുപയറച്ചായത് ഇത് പുഴുങ്ങിയതല്ല കേട്ടോ. ഇത് മറ്റേ കടിച്ച പൊട്ടാസ. ഇത് ചെറുപയർ പച്ചയാ. ചെറുപയർ അറിയാലോ, ഭയങ്കര ന്യൂട്രീഷ്യൻസിന്റെ കലവറ. ഇത് സൂപ്പർ സാധനം. ഇത് ആ പച്ചക്ക് ഇന്ന് പറ്റൂ. അച്ഛനൊന്നും കിട്ടിയില്ലല്ലേ? വെരി അൺലക്കി മാൻ യു ആർ. അല്ലേ, വേണമെങ്കിൽ ഈ പ്ലേറ്റ് ഇല്ലാത്തത് വെച്ചോ. അപ്പൊ കിട്ടും അച്ഛന്. ഇല്ലേ? വിശ്വാസം. ഓക്കെ, ഇടുവാണേ. എടുത്തോ. എനിക്ക് വീണ്ടും ഫുഡില്ല. അച്ഛന് നോൺ വെജ്, അമ്മക്ക് ചെറുപയറ്, അച്ഛന് ഷവർമ, എനിക്ക് പിന്നെ ഒന്നുമില്ല. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് തന്നെ കിട്ടും. ആ, അവിടെ തുടങ്ങിയല്ലേ? തിന്നു ഇങ്ങനെ കൊണ്ട് തൊലിക്കണം ഷവർമ. ഇതങ്ങ് താഴെ പോണോ അല്ലേ? എന്നിട്ട് തുടച്ചു വെക്കാം. അടുത്ത ഇനിയില്ല. റൗണ്ട് തീർന്നു. ഇരുന്നിരുന്ന് കിട്ടിയതാ. പച്ച സാധനം കുറെ കിട്ടിയത്. പിന്നെ ബോറടിക്കുന്നത്. അങ്ങനെ അച്ഛനും കിട്ടി ഫുഡ്. ചെറുപയർ എങ്ങനെ ഉണ്ടോ? ടേസ്റ്റ് അല്ലേ? എനിക്കുണ്ടോ? ഇത്ര ഇട്ടുണ്ടായിരുന്നു, ഞാനാ കൊണ്ട് തട്ടിയത്. സൗണ്ടൊക്കെ ഉണ്ട്. കല്ല. ഇത് കൊള്ളാം കേട്ടോ, ഗുണമുള്ള സാധനം. അല്ല, നാളെ പോകുമ്പോഴേ സ്റ്റോണിന്റെ അസുഖമാണെന്ന് വിചാരിക്കണ്ട, ചെറുപയർ പോയെന്ന് വിചാരിച്ചു. ടേസ്റ്റ് എങ്ങനെയാ? ടേസ്റ്റ് അച്ഛാ അതിന്റെ ഷവർമയുടെ ടേസ്റ്റ്.
അടുത്ത റൗണ്ടിൽ ഇനി ബ്രിഡ്ജാളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് വെച്ചതാ പച്ചക്കീൻ്റെ. ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ പോയി തൊഴുത്തി പോയി കെട്ടായിരുന്നു അച്ഛനെ. കന്നാലി പോലും തിന്നൂലായിരുന്നു ആ സാധനം. താഴത്തെ കന്നാലി കൊടുത്തിട്ടേ അത് ദൂരെ അടിച്ചോളാം നീ. അതുകൊണ്ട് ആ ക്യാപ്സിക്കം ഒക്കെ കന്നാലിന്നൂല ക്യാപ്സിക്കം അച്ഛൻ തിന്നത്. നമ്മള് ഇല്ല 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 പിന്നെ ചെറിയൊരു ഉരുളിച്ചേർന്നത് വയറ്റില്. നിന്റെ അച്ഛനെ പ്ലേറ്റ് മാത്രം കിട്ടിയില്ല. ഡയലോഗ് അടിക്കാ തിന്നടേ ഇങ്ങോട്ട്. മൊത്തം നിന്നിട്ട് പോയാൽ മതി. തിന്നെ ഇച്ചിരി പുഴുങ്ങി വെച്ചുകൂടായിരുന്നു. നിങ്ങൾക്ക് അച്ഛന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഇങ്ങനെ ഉണ്ടോന്നാ. അവനോ കുഴിക്കുന്ന കുഴിയിൽ അവനോനെ വീഴൂ. അത്രേ ഉള്ളൂ. കഴിവിയായിരുന്നു അത്. ഇല്ല, കടയിൽ നിന്ന് ഒരു കഴിവ്. നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ വീശാം പ്ലേറ്റ്. ഞാൻ തിന്നട്ടെ. ഞാൻ ആദ്യം പോയി വേണോ മന്തിയുടെ പീസ് ഇത് ലെഗൊക്കെ വേണോ? ഓ വേണ്ട, എനിക്ക് മന്തി ഉണ്ട്. കുറച്ച് മൈനസിലൂടെ നോക്കാം. എനിക്ക് മതിയുടെ പയറ് മതി. എന്റെ വാ കഴിക്കുന്ന മൊത്തം തിന്നു. തിന്നതാ. ഈ കയ്യിൽ എന്തോടെ ഈ കയ്യിൽ തിന്ന് 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 മൊത്തം എന്നിട്ട് പോയാൽ മതി. അമ്മ തിന്നുന്നവരെ അമ്മക്ക് ഇരിക്കാതെ വാ കഴിക്കുന്നു. അപ്പൊ ഇതൊക്കെ കടിച്ചു പൊട്ടിച്ചാൽ നമ്മൾ 3 പേര് തിന്നെങ്കിൽ ഇപ്പൊ തീരും. എന്തത് കിട്ടിയപ്പോ ആരും ഷെയർ ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കൂ. ചെറുപയറൊന്നും തിന്നണ്ടല്ലോ. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ചെറുപയർ. അത് പുഴുങ്ങിയത് എന്റെ വാ കഴിക്കുന്നത്. എനിക്കാ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പിടി എടുത്തോളായിരുന്നു. ഇത് പറയാൻ ഭയങ്കര കട്ടി. നമ്മൾ കുക്കറിന്റെ അകത്തൊക്കെ എത്ര പെർസെന്റ് ആയിട്ടാലും വേവുന്നതെന്ന് അറിയോ? ഇപ്പൊ തിന്നുന്നുണ്ടല്ലേ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. അമ്മ തിന്നും അടുത്ത് കേട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഗെയിമൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? വളരെ രസം ഉണ്ടായിരുന്നു അല്ലേ? അച്ഛൻ എന്തിനാ കിട്ടി? അച്ഛൻ ഇത് മാത്രമേ നല്ല കിട്ടിയുള്ളൂ. ഗൈസ്, അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. കൊള്ളായിരുന്നില്ലേ ചലഞ്ച്? രസമുള്ളായിരുന്നോ? സൂപ്പർ ചലഞ്ച് ആയിരുന്നു കേട്ടോ. അച്ഛൻ ഒത്തിരി എൻജോയ് ചെയ്തു. പൂരമാണ്. ഗൈസ്, അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആണെന്ന് പറയും. ബൈ.